മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഉത്തരവാദിത്വമുള്ള ഒരു സംഘടനയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ സുപ്രീം തീരുമാനം കേന്ദ്ര മുശാവറയാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, നടക്കാൻ പ്രയാസമുള്ള, ഇരിക്കാൻ പ്രയാസമുള്ള, നിസ്കരിക്കാൻ പ്രയാസമുള്ള കുറേയേറെ വയസ്സുകൾ അധികരിച്ച, വാർദ്ധക്യം ചെന്ന പല നേതാക്കൾ നമ്മുടെ മുമ്പിൽ കാണാൻ നമ്മുടെ മുശാവറ അംഗമാണ്. ഈ വയസ്സും പ്രായവുമുള്ള 40ഓളം വരുന്ന മുശാവറ, കേന്ദ്ര മുശാവറ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുക്കുക, അത് സമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് മുശാവറയുടെ ഉദ്ദേശം. പണ്ഡിതോചിതമായി വളരെ ആലോചിച്ചു, വളരെ നിലക്ക് തെളിവുകളോടുകൂടി മുശാവറ തീരുമാനമെടുത്താൽ ആ തീരുമാനം അൽഹംദുലില്ലാഹ് ഇന്ന് വരെയും തിരുത്തേണ്ടി വന്നിട്ടില്ല, പിൻവലിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളത് മുശാവറ അംഗങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്കറിയാം. അത് ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ നടപ്പിൽ വരുത്താനുള്ള ഉത്തരവാദിത്വമാണ് വളരെ വലിയ ജനകീയ പ്രസ്ഥാനമായ മുസ്ലിം ജമാഅത്തിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരത്തെ ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ ഇതൊരു പ്രതിനിധി സമ്മേളനമാണ്. ഇത് മഹാസമ്മേളനമായി കാണുന്നു. 60ാം വാർഷികം, ഈ കടപ്പുറത്ത് വെച്ച് 60ാം വാർഷികം ദർശിച്ച നമുക്ക് ഈ പ്രതിനിധി സമ്മേളനം കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുകയാണ്. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ഉണർത്താനുള്ളത്, സമസ്ത കേരള ജമിയത്തിൽ നമ്മുടെ കേന്ദ്ര മുശാവറ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് അത് ഈ സമൂഹത്തിലും സമുദായത്തിലും നാട്ടിനും വേണ്ടി പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും നടപ്പിൽ വരുത്തുവാനും വളരെയേറെ കടമ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായ വളർന്നു കഴിഞ്ഞ മുസ്ലിം ജമാഅത്തിനുണ്ട് എന്നും, നിങ്ങളുടെ അരുമ സന്താനങ്ങൾ എന്ന നിലക്ക് SSFനെയും നിങ്ങളുടെ ഇളയ സഹോദരന്മാർ എന്ന നിലക്ക് SYSനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നീക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ മുസ്ലിം ജമാഅത്തിന്റെ പദ്ധതി പ്രഖ്യാപന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.